ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൻസ വൈബ്. ഇന്ന് ഞാനിടുന്നത് ഒരു 3 day and 2 night ഗോവ ഇറ്റിനറിയാണ്. അതും കുട്ടികളോടൊപ്പം ഉള്ള ഒരു യാത്ര. കുറച്ച് പഴയ വീഡിയോ ആണിത്. ഈ വർഷം ജനുവരി 2025 ഞങ്ങൾ ഗോവയ്ക്കൊരു യാത്ര പോയത്. ഗോവയുടെ എല്ലാ ന്യൂ ഇയർ തിരക്കുകളും കഴിഞ്ഞ് ഗോവ കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ് ഞങ്ങൾ ആക്ച്വലി ചൂസ് ചെയ്തത്. അതാവുമ്പോൾ കുട്ടികളോടൊപ്പം കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഗോവ എൻജോയ് ചെയ്യാൻ പറ്റുമല്ലോ. സോ നമുക്ക് തുടങ്ങിയാലോ. സോ വെൽക്കം ബാക്ക് അഗെയിൻ ടു സൻസ വൈബ്. ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു ഞങ്ങൾക്ക് കൊച്ചിയിൽ നിന്നുണ്ടായിരുന്നത്. 7:30 ഞങ്ങൾ ഗോവയിലേക്ക് എത്തുന്നത്. അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഫ്ലൈറ്റ് കയറുന്ന മുമ്പ് ലോഞ്ചൊക്കെ ഒന്ന് യൂസ് ചെയ്ത് കുട്ടികളൊക്കെ കുറച്ചും കൂടി ഒന്ന് ത്രില്ലായിരുന്നു ആ സമയത്ത്. മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് കുറച്ച് ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. എന്നാലും ഞങ്ങൾ 7:30 ആയപ്പോഴേക്കും ഡബോളിൻ എയർപോർട്ടിലെത്തി. ഡബോളിൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് സൗത്തിലാണ്. ഗോവ രണ്ടിലായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്, സൗത്ത് ഗോവ ആൻഡ് നോർത്ത് ഗോവ. ഞങ്ങൾക്ക് രണ്ടിടത്തും പോകാനുള്ള ടൈം ഇല്ലാത്തത് കാരണം ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നോർത്ത് ഗോവയിലാണ് കുറച്ചും കൂടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉള്ളത്. കുറച്ച് തിരക്ക് കൂടുതലുള്ളതും നോർത്ത് ഗോവയിൽ തന്നെയാണ്. ഞങ്ങൾ ഒരു റെൻ്റ് കാർ സർവീസ് ഓൾറെഡി കൊച്ചിയിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് അവിടെ എത്തിയപ്പോഴേക്കും തന്നെ അവർ കാറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബലേനുമായിരുന്നു. 1500 ആയിരുന്നു പെർ ഡേ ചാർജ് ഉണ്ടായിരുന്നത്. 3000 രൂപ നമ്മൾ കോഷൻ ഡിപ്പോസിറ്റ് പോലൊരു അഡ്വാൻസ് എമൗണ്ടും കൊടുക്കണം. അത് റീഫണ്ടബിൾ ആയിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് യാത്ര ഉണ്ടായിരുന്നത് അഗോഡ ഫോർട്ടിലേക്കായിരുന്നു. ഞങ്ങൾ ആദ്യം രാവിലെ തന്നെ പോയത്. അതിനൊരു കാരണമുണ്ട്. ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കെൻഡോളിം എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഒരു 38 കിലോമീറ്റർ ഉണ്ട് എയർപോർട്ടിൽ നിന്നും. സോ അതും ഞങ്ങളുടെ ചെക്ക് ഇൻ ടൈം വരുന്നത് 12 മണിക്കായിരുന്നു. സോ നമുക്ക് ടൈം വേസ്റ്റ് ഒന്നും ചെയ്യാനില്ലാത്തത് കാരണം ഞങ്ങൾ നേരെ തന്നെ അഗോഡ ഫോർട്ടിലേക്ക് പോയി. അഗോഡ ഫോർട്ടും ഏകദേശം കണ്ടോളിമിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. മോർണിംഗ് 9:30 ആകുമ്പോൾ തന്നെ ഫോർട്ട് ഓപ്പൺ ആകും. അപ്പോൾ നമുക്ക് ആ ടൈമിൽ പോയപ്പോൾ അധികം വെയിൽ പോലും ഇല്ലായിരുന്നു. നമുക്ക് നന്നായിട്ട് ഫോർട്ട് ഫുൾ ചുറ്റിക്കറങ്ങി കുട്ടികളോടൊപ്പം തന്നെ കാണാൻ സാധിച്ചു. ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ അധികം തിരക്കൊന്നുമില്ലാതെയും ഞങ്ങൾക്ക് ഈ ഫോർട്ടിൽ മുഴുവനും കറങ്ങി നടന്ന് എല്ലാ കാര്യങ്ങളും കാണാനും എല്ലാം സാധിച്ചു. ഞങ്ങൾ പോണ വഴി തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഫോർട്ടിലേക്ക് പോയത്. അത് കാരണം വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അടുത്ത് തന്നെ അഗോഡ ഫോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അഗോഡ മ്യൂസിയം വരുന്നത്. എന്തായാലും നമുക്ക് കുറച്ചും കൂടി ടൈം ഉള്ളത് കാരണം ഞങ്ങൾ അവിടെയും കൂടെ ഒന്ന് കയറി. അവിടെ പഴയ പീരങ്കികളും എല്ലാം നിരത്തി വെച്ചിട്ട് പഴയ ബ്രിട്ടീഷ് ലോകത്തിൻ്റെ ഒരു ഓർമ്മകൾ തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മൾ അഗോഡ മ്യൂസിയത്തിലേക്ക് പോകുമ്പോഴേക്കും. അവിടെ നല്ലൊരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കലാകാരന്മാരുടെ പിക്ചേഴ്സ് എല്ലാം ചേർന്ന് വന്ന ഒരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചെക്ക് ഇൻ ഉണ്ടായിരുന്നത് 12 മണിക്ക് ശേഷമായത് കാരണം ഞങ്ങൾക്ക് കുറച്ചും കൂടി ടൈം ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 11:30 വരെയും ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. അതിന് ചുറ്റും വലിയ നമുക്ക് ബോറടിക്കുകയോ പിള്ളേർക്ക് വലിയ ബുദ്ധിമുട്ടോ ഒന്നും തോന്നിയില്ല. കാരണം അവരെല്ലാവരും നല്ലൊരു ത്രില്ലിലായിരുന്നു. ഫോർട്ട് മുഴുവനും ചുറ്റിക്കണ്ട്, മ്യൂസിയവും ചുറ്റിക്കണ്ട്. കുട്ടികൾക്ക് ഒരു യാത്ര എപ്പോഴും നല്ലതാണ്. കാരണം അവർ എല്ലാം കണ്ടാണ് വളരേണ്ടത്. കൂടുതൽ അറിവ് അവർക്ക് നൽകാൻ സാധിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ നേരെ അതിനുശേഷം ഞങ്ങളുടെ ലാ സീസൺസ് റിസോർട്ടിലേക്ക് എത്തി. അത് കണ്ടോളിം ബീച്ചിൽ നിന്നും 10 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ. ഈ ലാ സീസൺസ് റിസോർട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു റിസോർട്ടാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടെയാണ്. ഞങ്ങൾക്കിവിടെ 2 പാക്കേജ് എടുക്കാനും സാധിച്ചു. ഡിന്നറും ലഞ്ചും ഏത് വേണമെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ചൂസ് ചെയ്യാം. ഞങ്ങൾ അതിന് ശേഷം ഈവനിങ്ങിൽ ഞങ്ങൾ പോയത് കണ്ടോളിമിൻ്റെ ബീച്ചിൽ തന്നെയാണ്. കണ്ടോളിം ബീച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മിനിറ്റ് നടക്കാനുള്ള ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നും. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. വളരെ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബീച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. തിരക്കൊന്നാമത് ആ സീസൺ ടൈം അല്ലാതിരുന്നത് കാരണവും തിരക്ക് വളരെ കുറവായിരുന്നു. പക്ഷേ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ബീച്ചും കൂടെയാണ് കണ്ടോളിം. അന്നത്തെ ദിവസം ഞങ്ങൾ ഡിന്നർ അവിടുന്ന് തന്നെയുള്ളൊരു ബീച്ച് സൈഡിലുള്ള റിസോർട്ടിൽ നിന്ന് നമ്മൾ ഡിന്നർ കഴിച്ചു. ക്യാൻഡിൽ നൈറ്റ് ഡിന്നറും കഴിച്ച് കുട്ടികൾ നന്നായിട്ട് കടലിലൊക്കെ എൻജോയ് ചെയ്ത് അന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങനെ തന്നെ സ്പെൻഡ് ചെയ്തു. സെക്കൻഡ് ഡേ നമ്മുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഏർലി മോർണിംഗ് 6:30 ആയപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ എണീറ്റു. ഞങ്ങൾ ഡെസ്റ്റിനേഷൻ വെച്ചത് ചപ്പൂറ ഫോർട്ടിലേക്കായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ഗൂഗിൾ മാപ്പ് ഞങ്ങളെ കൊണ്ടുപോയത് ഒരു ചപ്പൂറ ഫോർട്ടിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു. അതൊരു ചെറിയ ഹാർബറായിരുന്നു.
പക്ഷേ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കാരണം 2-3 ഫിഷർമാൻസ് ഉണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് ലൈവായിട്ട് മീൻ പിടിക്കുന്നത് കാണിച്ചു കൊടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. ഫോട്ടോ മിസ് ചെയ്തതിൻ്റെ അല്ല, പക്ഷേ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് കിട്ടിയതിൻ്റെ ആയിരുന്നു ഞങ്ങൾക്ക് സന്തോഷം. അതിനുശേഷം ഞങ്ങൾ നേരെ വാഗട്ടോർ ബീച്ചിലേക്കാണ് പോയത്. അഞ്ജുന മാർക്കറ്റ് എന്നൊക്കെ നമ്മൾ ഫേമസ് മാർക്കറ്റ് വരുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ വാഗട്ടോർ ബീച്ച് വരുന്നത്. പക്ഷേ മോർണിംഗ് ടൈം ആയത് കാരണവും അവിടെ വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല, വെയിലും ഉണ്ടായിരുന്നില്ല. ഈ കുട്ടികളെയും കൊണ്ടുള്ള യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് ഈ വെയിലൊക്കെ വരുമ്പോഴേക്കുമാണ്. പക്ഷേ ഏർലി മോർണിംഗ് ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഫീല് ഒന്നും ഉണ്ടാവില്ല. അവിടെയും കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് ഏകദേശം ഒരു 9 മണി ആകുന്നവരെയും ഞങ്ങൾ ബീച്ച് സൈഡിലൊക്കെ നിന്ന് നന്നായി എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഹോട്ടലിലേക്ക് തിരിച്ചു പോയി. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. കുട്ടികൾ പൂളിലൊക്കെ എൻജോയ് ചെയ്തു. അതിനുശേഷം ലഞ്ചിനായിട്ട് ഫാറ്റ് ഫിഷിലേക്കാണ് ഞങ്ങൾ പോയത്. ഫാറ്റ് ഫിഷ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിന് വളരെ അടുത്ത് തന്നെ ആയിരുന്നു. ഫാറ്റ് ഫിഷ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. നോർത്ത് ഗോവയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഫാറ്റ് ഫിഷ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ഷോറായിട്ട് നമ്മൾ പോകണം. അവിടെ വളരെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഫാറ്റ് ഫിഷിലുള്ളത്. പിന്നെ വളരെ വളരെ ടേസ്റ്റി ആൻഡ് വെറൈറ്റി ഫുഡ് ഐറ്റംസ് ആണുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തത് അവിടുത്തെ ഗോവൻ ഫിഷ് താലിയാണ്. നല്ല ടേസ്റ്റായിരുന്നു. കുട്ടികൾക്ക് അതിൻ്റെ ഇടയിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള മറ്റ് സാധനങ്ങളും കൂടെ ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു. എന്നാലും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോവൻ ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസ് ഞാൻ ഈ പ്രാവശ്യത്ത് പോയ ഗോവൻ ട്രിപ്പിൽ എനിക്ക് വേറെ ഒന്നും കാണാൻ പറ്റിയില്ല. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡും എൻജോയ് ചെയ്ത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ലഞ്ചിൻ്റെ ടൈമും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പിന്നെ പോയത് ബാഗ ബീച്ചിലേക്കായിരുന്നു. ബാഗ ബീച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വാട്ടർ സ്പോർട്ടിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ബാഗ ബീച്ച്. പക്ഷേ കുഞ്ഞുങ്ങളോടൊപ്പം ആ സമയത്ത് വാട്ടർ സ്പോർട്ടിലൊന്നും ഇറങ്ങാൻ പറ്റാത്തത് കാരണം ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് റൂമിൽ പോയി. ഈവനിങ് ആസ് യൂഷ്വൽ ഞങ്ങൾ തിരിച്ച് കെൻഡോലിമിലേക്ക് തന്നെയാണ് പോയത്. ഇപ്രാവശ്യം പോയപ്പോഴേക്കും മോന് അവൻ്റെ ആയുധങ്ങളെല്ലാം എടുത്തിരുന്നു. കാരണം കുട്ടികൾക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നൈറ്റ് വരെയും ആ ബീച്ചിൽ നിന്നും ഞങ്ങൾ തിരിച്ചു പോവില്ല എന്നുള്ളത്. അത് കാരണം ഏറ്റവും കൂടുതൽ ടൈം അവർക്ക് അവിടെ സ്പെൻഡ് ചെയ്യണം എന്നായിരുന്നു. കാരണം അവർക്ക് വേറെ ഡിസ്റ്റർബിംഗ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു നല്ല ബീച്ചായത് കാരണം അവർക്ക് ഇഷ്ടം പോലെ സമയം അവിടെ കളിക്കാനും വെള്ളത്തിൽ കളിക്കാനും പിന്നെ വളരെ സേഫും കൂടെയാണ്. അധികം തിരയൊന്നുമില്ലാതെ വളരെ നന്നായിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെ ആയിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ കുറച്ച് നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അധികം തിരക്കുകളൊന്നും ഇല്ലാത്ത നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നേരം നിന്നിട്ട് ഇന്ന് ഞങ്ങളുടെ ഡിന്നർ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് തന്നെ കോംപ്ലിമെൻ്ററി ഉള്ളത് കാരണം ഇന്ന് ഡിന്നർ പുറത്തുനിന്നാക്കിയില്ല. ഹോട്ടലിൽ തന്നെ പോയിട്ടായിരുന്നു ഡിന്നർ കഴിക്കാമെന്നുള്ള തീരുമാനം. പക്ഷേ കുട്ടികളെയും കൊണ്ട് ഒരു 9 മണിക്ക് ശേഷമെങ്കിലും ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊട്ടും റെഡിയായില്ല കേട്ടോ. ഞങ്ങൾക്ക് 10 മണിയായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ എങ്ങനെയോ കഷ്ടപ്പെട്ട് കുട്ടികളെയൊക്കെ അവിടെ നിന്ന് വിളിച്ച് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയി ഡിന്നർ കഴിച്ച് അന്നത്തെ ദിവസം തുടങ്ങി. ലാസ്റ്റ് ഞങ്ങളുടെ 3ാമത്തെ ദിവസം ആരംഭിക്കുന്നത് കുറച്ച് ലേറ്റായിട്ടാണ്. കാരണം 11 മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ചെക്കൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ 11 o'clock ആയപ്പോഴേക്കും ചെക്കൗട്ട് എല്ലാം ചെയ്തിട്ട് നേരെ പോയത് ഓൾഡ് ഗോവയിലേക്കായിരുന്നു. ഓൾഡ് ഗോവ എന്ന് പറയുന്നത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഫേമസ് ആയിട്ടുള്ള ബസിലിക്ക ഓഫ് മോം ജീസസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. ഗോവയിൽ വന്ന ആൾക്കാർ ഒരിക്കലും ഇത് മിസ് ചെയ്യാറില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ചേർച്ച് മാത്രമല്ല അവിടെ ഒരു മ്യൂസിയം കൂടെ ഉണ്ട്. അപ്പോൾ അതും കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളും പഠിക്കാനും കാണാനും എല്ലാം സാധിക്കുന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് കൂടെയായിരുന്നു നമ്മൾ അവിടേക്ക് പോയപ്പോഴേക്കും. ഈ ബസിലിക്ക ഓഫ് മോം ജീസസ് 16th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഒരു പഴയ ഒരു ചർച്ചാണ്. ഒരുപാട് സന്ദർശകരുണ്ട്. അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വന്നത് കാരണം ഒരുപാട് ഫോറിനേഴ്സും നമ്മുടെ തന്നെ കുറേ നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. വളരെയധികം തിരക്കുണ്ടായിരുന്നു ചേർച്ചിലേക്ക് നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. കുറച്ച് ക്യൂ ഒക്കെ നിന്നിട്ടായിരുന്നു നമുക്ക് ചേർച്ചിൽ കയറാൻ പറ്റിയത്. പക്ഷേ എന്നാലും നമുക്ക് ഒരിക്കലും ഗോവയിൽ പോയാൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു പ്ലേസും കൂടിയാണ് ഈ ഓൾഡ് ഗോവ എന്ന് പറയുന്നത്. ഞങ്ങളുടെ യാത്ര ആക്ച്വലി ഓൾഡ് ഗോവയോടൊപ്പം തീരുകയായിരുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഈവനിങ്ങിലായിരുന്നു. ഞങ്ങൾ നേരത്തെ തന്നെ ചെക്കൗട്ട് ചെയ്തത്
കഴിഞ്ഞത് കാരണം നമുക്ക് അന്നത്തെ ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ടും ഞങ്ങൾ ഓൾഡ് ഗോവയിൽ എല്ലാ വിസിറ്റും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ചും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ പഞ്ചമിലേക്കായിരുന്നു പോയത്. പഞ്ചമിൽ പോയി കുറച്ച് നേരം അവിടെ ഒക്കെ കുറച്ച് നേരം നടന്ന് എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് എയർപോർട്ടിലേക്കുള്ള യാത്രയായി. എയർപോർട്ടിലേക്ക് പോകുന്ന വഴി നമ്മൾ ഏറ്റവും കൂടുതൽ ഗോവ ഫേമസ് ആയിട്ടുള്ളത് കാസിനോസിനാണ്. ഒരുപാട് വലിയ കാസിനോസ് നമുക്ക് കാണാൻ പറ്റി. ബിഗ് ഡാഡി എന്ന് പറയുന്നതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു കാസിനോ അവിടെ നോട്ടീസ് ചെയ്തത്. ഈവൻ ഓൺ ദ മോർണിംഗ് ടൈമും അവിടെ നല്ല തിരക്ക് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ യാത്ര വൈകിട്ടായപ്പോഴേക്കും കഴിയാറായായിരുന്നു. ഞങ്ങൾക്ക് കാറ് തിരിച്ചു കൊടുക്കണം. അത് കാരണം ഫ്ലൈറ്റിന് കുറച്ച് നേരം മുമ്പേ തന്നെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചായിരുന്നു. കാരണം റെൻ്റ് കാർ എടുത്തേക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി അവർ വീഡിയോ എല്ലാം എടുത്തിട്ടാണ് നമുക്ക് കാറ് തരുന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പോഴും അവർ അതേപോലെയുള്ള ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ്. സോ ടൈം നമുക്ക് അവിടെ വേസ്റ്റ് ചെയ്യാനില്ലാത്ത കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെ എയർപോർട്ടിൽ എത്തുകയും ചെയ്തു. കാറെല്ലാം കൊടുത്തു, സെറ്റിലായി. അങ്ങനെ ഞങ്ങളുടെ ഈ ഗോവൻ യാത്ര ഫിനിഷ്. അപ്പോൾ മറ്റൊരു യാത്രാ വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ. ബൈ ബൈ.